ജെന്യൂനായിട്ടുണ്ടാവുന്ന പല കഥകളും പല ജോണേഴ്സും ഉണ്ടാവുന്നില്ലേ മൂവീസിലിപ്പോൾ. അത് നിലനിൽക്കണമെങ്കിൽ തിയേറ്റർ ഉണ്ടാവണം. തിയേറ്റർ ബിസിനസ് ഉണ്ടായാൽ മാത്രമാണ് ഏതൊരു രാജ്യത്തെ ഇൻഡസ്ട്രിക്കും സ്വന്തമായി നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അമേരിക്കയിലുള്ള നെറ്റ്ഫ്ലിക്സ് പറയണ പോലെ ഇവിടെ പടം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആമസോൺ പറയണ പോലെ പടം ഉണ്ടാക്കണം. മനസ്സിലായ? ഇനിയിപ്പോൾ തിയേറ്ററിൽ ഒരു പടം ഹിറ്റായി, നിങ്ങളുടെ പടം ഹിറ്റായി നിങ്ങൾ കാശുണ്ടാക്കുന്നു ആൾക്കാർ വിചാരിക്കരുത്. ഇവിടെ ഒരു പടം ഹിറ്റാകുമ്പോഴാണ് അത് നമ്മുടെ മാർക്കറ്റിന് തന്നെയാണ് ഏറ്റവും ഗുണം, നമ്മുടെ ആളുകൾക്കാണ് ഗുണം. നമ്മുടെ നാട്ടിലെ നമ്മുടെ റോ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പടം ഇവിടുത്തെ തിയേറ്ററുകളിലാണ് ഹിറ്റാവേണ്ടത്. ആ ഒരു പടം ഹിറ്റാകുമ്പോൾ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ആളുകൾ എല്ലാവരും കാറുള്ളവരല്ല, ഓട്ടോറിക്ഷ വിളിച്ചും ബസ് വിളിച്ചും മെട്രോയിൽ കൂടിയും വരുന്നു. അവർ പടം കാണാൻ തിയേറ്ററിൽ വരുന്നു. തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞ ശേഷം അവർ ഹോട്ടലിൽ കയറുകയോ മസാല ദോശ കഴിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഒരു ഷോപ്പിംഗ് നടത്തുകയോ തിരിച്ച് ഓട്ടോറിക്ഷ വിളിച്ച് പോവുകയോ ചെയ്യുന്നു. പടം ഒന്നും വർക്കാവാതിരിക്കുന്ന സമയങ്ങളിൽ ഈ പറഞ്ഞ ബിസിനസ് ഒന്നും നടക്കാതിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ആഘോഷമോ എന്തെങ്കിലും ഒരു ട്രെൻഡിങ് സാധനമോ ഉണ്ടെങ്കിൽ മാർക്കറ്റിലേക്ക് ആളുകൾ ഇറങ്ങുള്ളൂ. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതുവഴി നമ്മുടെ മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തിനും കോർപ്പറേഷനും നികുതി കിട്ടുന്നു. അതുകൊണ്ട് ഒരു സിനിമ ഹിറ്റാകുമ്പോൾ സിനിമാക്കാർക്ക് മാത്രമല്ല, തീർച്ചയായിട്ടും ചേട്ടാ, ഞാൻ 100% യോജിക്കും. നമ്മുടെ ഇക്കോണമിക്ക് അതൊരു വലിയ ബൂസ്റ്റ്. അത് ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും റംസാൻ ആണെങ്കിലും നമ്മുടെ പൂരമാണെങ്കിലും പള്ളിപ്പെരുന്നാണെങ്കിലും എക്കണോമിക്ക് കാശ് വരുന്നത് ഈ വഴി. സിനിമ വിജയിക്കുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും എക്കണോമിയിലേക്ക് കാശ് വരണമെങ്കിൽ ഇങ്ങനെ വരൂ, എന്നാലാണ് തിരിച്ചത് നമ്മളിലേക്ക് വരൂ. ഇതൊന്നും നടക്കാതിരിക്കുമ്പോൾ മണി എവിടെയെങ്കിലും സ്റ്റക്കാവും, എക്കണോമി ഡൗൺ ആവും. അത് കൊറോണയുടെ സമയത്ത് നമ്മൾ അനുഭവിച്ചല്ലോ വല്ലാണ്ട്. അപ്പോൾ ഒരു സാധനം ഹിറ്റാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ. ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആളുകൾ, സിനിമ ഹിറ്റായി കാശുണ്ടാക്കി സിനിമ കാണാൻ വരണം എന്ന് പറയാൻ നിങ്ങൾക്ക് കാശുണ്ടാക്കാനല്ലേ എന്ന്. നോട്ട് ലൈക്ക് ദാറ്റ്. അതൊരു ബിസിനസ്സാണ്. ആ ബിസിനസ് എന്തെങ്കിലും ബിസിനസ്സുകളും എന്തെങ്കിലും സാധനങ്ങളും വർക്കാകുമ്പോഴാണ് മൊത്തം ആളുകൾക്കും അവരുടെ ജീവിതത്തിലേക്ക് ഇൻകം വരുന്നതും ഇൻകം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുള്ളൂ, മണി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുള്ളൂ, മണിയുടെ ട്രാവൽ ഉണ്ടാവുള്ളൂ. അതെല്ലാവർക്കും ഗുണം. അത് നമ്മുടെ അല്ലെങ്കിൽ ഈ പടം ഇവിടുത്തെ റോ മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരു പടം ഉണ്ടാക്കി അതൊരു കോർപ്പറേറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ആ കോർപ്പറേറ്റിനും ആ കോർപ്പറേറ്റ് കമ്പനിക്കും ആ പ്രൊഡ്യൂസറും രണ്ടുപേരും മാത്രമാണ് ബെനിഫിറ്റ് വരുന്നുള്ളൂ. നമ്മുടെ കിട്ടേണ്ട സംഭവങ്ങളും നമ്മുടെ ആൾക്കാർ അനുഭവിക്കേണ്ട ബെനിഫിറ്റ്സും ഇല്ലാതെയാവും. അതുകൊണ്ടാണ് തിയേറ്ററിൽ തന്നെ വന്ന് പടം കാണണം എന്ന് പറയുന്നത്. ഒരു ആക്ടർ എന്ന രീതിയിൽ ആളുകൾ കൂടുതൽ നമ്മൾ ചെയ്ത സാധനം റീച്ച് ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുവഴി നമുക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് എക്കണോമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അത് ഒരാൾക്ക് മാത്രമായിട്ട് ഒന്നും കിട്ടുന്നില്ല, അതെല്ലാവരും ഹെൽപ്പ് ചെയ്യും. രണ്ട് പോയിന്റ് ഉണ്ട് അതിനോട് ആഡ് ചെയ്യാൻ. ഒന്ന്, ചേട്ടൻ പറഞ്ഞ കണക്ക് കോർപ്പറേറ്റുകൾ ശരിയാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, യൂട്യൂബ് പോലൊരു സാധനം ഇപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്നെങ്കിൽ ഈ ടോട്ടൽ ഇപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കിട്ടിയെന്ന് വെച്ചോട്ടാ, അതിനകത്തുനിന്ന് ടോട്ടൽ നമുക്ക് ആ വരുന്ന റവന്യൂന്ന് ആഡ് റവന്യൂന്ന് 45% അമേരിക്കയിലുള്ളതാണ്, 55% ക്രിയേറ്ററിനുള്ളൂ. ഈ ഊബർ ഓടിക്കണമില്ല ആൾക്കാർ കഷ്ടപ്പെട്ടിട്ട്. അതെ, ഇവർക്ക് 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എത്ര കാശ് ഊബറിന് പോകും, ഊബർ കമ്പനിക്ക്. അത് നമ്മുടെ നാട്ടിലൊരു അങ്ങനത്തെ ഊബർ പോലത്തെ ഒരു ആപ്പ് ഉണ്ട് നമ്മുടെ സർക്കാരിൻ്റെ. അത് ആർക്കും അറിയില്ല, ആരും ഉപയോഗിക്കുന്നില്ല. ഇവിടുത്തെ നാട്ടുകാരെ അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് രാവിലെ മുതൽ കഷ്ടപ്പെട്ട് 24 മണിക്കൂറും 12 മണിക്കൂറും 8 മണിക്കൂറും ഓടിയിട്ട് പകുതിയിലധികം കാശ് ഊബർ കമ്പനിയാണ് കൊണ്ടുപോകുന്നത്. സ്റ്റിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും അവരവരുടെ നാട്ടിലിരുന്ന് ഭരിക്കുകയാണ്. അതെ, ഞാൻ യോജിക്കുന്നു കേട്ടോ. അത് നമ്മുടെ ഇവിടെ നല്ല ടാലന്റുകളെ ഊറ്റിക്കൊണ്ട് പോകുന്നു, നമ്മളെ ഭരിക്കുന്നു. ഇതിൻ്റെയൊക്കെ തലപ്പത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഇന്ത്യക്കാരൻ അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. അവനും അവിടെ അടിമപ്പണിയേ ഉണ്ടാവുള്ളൂ. കാശുണ്ടാക്കുന്നത് കോർപ്പറേറ്റ്സ് തന്നെയാണ് അല്ലേ? അത് സത്യം. ഞാൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ ഉത്സവം പൂരമൊക്കെ വരുന്ന കാര്യം പറഞ്ഞത്, ആറ്റുകാൽ പൊങ്കാല വരുന്ന സമയത്ത് ഞാൻ എക്സാക്ട് സാധനം ആലോചിച്ചിട്ടുണ്ട്. ഈ ഏറ്റവും കൂടുതൽ പൊങ്കാല വന്നിട്ടുള്ളത് 7 ലക്ഷം, എത്രയോ ലക്ഷക്കണക്കിനാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും പേര് പൊങ്കാലിടുമ്പോൾ എത്ര കലമാണ് അവിടെ വിൽക്കുന്നത്, എന്തുമാത്രം ചുടുകട്ടയാണ് അവിടെ വിറ്റ് പോകുന്നത്, എന്തുമാത്രം നേരിയ സാരി, എന്തുമാത്രം അരി, പലൊക്കെ കച്ചവടം എല്ലാ മതക്കാരും എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഇക്കോണമിക്ക് ബൂസ്റ്റ്. ക്രിസ്മസ് ഉണ്ടാകുമ്പോൾ സ്റ്റാർ വെക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ലല്ലോ, അതെ, എല്ലാവരും വെക്കും. ഓണത്തിന് പൂക്കൾ വെക്കുന്നത് ഹിന്ദുക്കൾ അല്ല. അതൊന്നും ഒരു മതപരമായിട്ടുള്ള ആഘോഷം എന്നേ പറയാൻ പറ്റില്ല. റംസാന് ഫ്രൂട്ട്സ്
റംസാൻ നോമ്പുകാലാകുമ്പോ ഫ്രൂട്ട്സ് എല്ലാരും വിൽക്കുന്നത് എല്ലാവരും അല്ലേ. അപ്പൊ എല്ലാതും ഒരു കണക്റ്റഡ് ആണ്. ആണ് ആണ്. അപ്പോൾ ഈ സ്വദേശീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വേണം. ചേട്ടൻ നേരത്തെ ചൈനയുടെ കാര്യം പറഞ്ഞപ്പോഴേ, ചൈനയിൽ അങ്ങനെയാണ്. നീയൊക്കെ നമ്മുടെ ക്നാപ്പ് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ നീ ഒന്നും ഉപയോഗിക്കണ്ട. അവിടെ യൂട്യൂബ് ഇല്ല, അവിടെ ഇൻസ്റ്റഗ്രാം ഇല്ല, അവർക്ക് അവിടെ ടിക്ടോക്ക് ഉണ്ട്, യൂട്യൂബ്, അവരുടേതായ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, അവരുടേതായ എല്ലാം ഉണ്ട് അവർക്ക്. അവരുടേതായ ഇന്ത്യ തന്നെ ഉണ്ടാവും ചിലപ്പോ. അവിടെ ലിറ്റിൽ അമേരിക്ക എന്നൊക്കെ പറഞ്ഞുണ്ട്, അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ. ഓക്കെ, എല്ലാ സാധനങ്ങളും അവർക്ക് അവരുടേതായ സാധനങ്ങൾ മാത്രമേ അവർ ഉപയോഗിക്കൂ. ചിലപ്പോ നമ്മൾ ഈ കാണുന്ന ചൈന തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, വേറെ ഒറിജിനൽ ചൈന ഉണ്ടാവുമായിരിക്കും. അല്ല, ഒരു ചൈന ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിന്റെ ഇടയിൽ അടിനാശം, വെള്ളപ്പൊക്കം. അതെ.